ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിറ്റേക്ക് ബ്ലോസിന്റെ മറ്റൊരു സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായയാണ്. എങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. കുറച്ചുകൂടെ ടീ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുമ്പോഴത്തെ ചായ. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ തുമ്പ് നല്ല നോക്കി നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നല്ല തുമ്പ് നോക്കി കട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഒഴിക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ ആദ്യം ഒഴിക്കുക. ദെൻ ഇതാണ് എൻ്റെ സ്കില്ല്. പാലിൻ്റെ രീതി മാത്രമില്ല. താഴെ പോയ അമ്മ എന്നെ കഴിഞ്ഞു. അതിനാണ് ഞാൻ എപ്പോഴും എങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മ സമ്മതിക്കില്ല. ഞാൻ ചിലപ്പോൾ വീഴുന്ന പാല് വേസ്റ്റ് ചെയ്യില്ലല്ലോ. വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു കാര്യവും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ പാല് നല്ല പതഞ്ഞ് കിടുകിടാന്ന് വരും. അതാണ് കാണാൻ രസം. ഞാൻ കാണിച്ചത്. എന്നിട്ട് നമ്മൾ സ്റ്റൗ എടുക്കുക, ഓണാക്കുക, കത്തിക്കുക, പാല് വയ്ക്കുക. പാല് റെഡി. നമുക്ക് തിളച്ചിട്ട് കാണാം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാല് തിളയ്ക്കുമ്പം ഇപ്പോൾ പാലുണ്ടാക്കുവാണെങ്കിൽ ഇപ്പം ഒരു വീട്ടിൽ 5 പേരാണെങ്കിൽ 1 കവർ പാല് മതി. 5-ന് കൂടുതലാണെങ്കിൽ 2 കവർ പാല്. നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമ്മൾ ചായ ഇടുമ്പോൾ ഈ ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ചായ ഇടുമ്പോൾ ഇതേപോലെ ഒഴിക്കുക, പതച്ചൊഴിക്കുക. ഇതേപോലെ ഒന്ന് പൊക്കി നോക്കിയിട്ട് നമ്മൾ അടുത്ത് വെച്ചിട്ട് ഒഴിച്ചാൽ മതി. ഒഴിച്ച ശേഷം നമ്മളിത് ഇടുക. എന്നിട്ട് പഞ്ചാര ഇടുക. തിളച്ച് വന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ തിളച്ച ഉടനെ ചിലവർ ചായ ഇടും. തിളച്ച ഉടനെ തേയിലപ്പൊടി ഇടും. അല്ലെങ്കിൽ തിളക്കണ മുമ്പേ ഇതേപോലെ ഇട്ടിട്ട് പഞ്ചാര ഇട്ട് തേയിലപ്പൊടി ഇടും. ഞാൻ ചെയ്യണ രീതി എന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇതാണ്ട് നമ്മൾ ഒരു പാത്രം എടുക്കും. എന്നിട്ട് അരിപ്പ് വയ്ക്കും. എന്നിട്ട് അതിലേക്ക് തേയിലപ്പൊടി ഇടും. എന്നിട്ട് ഇത് ഒഴിക്കണ ശരി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കിടിലായിട്ട് കിട്ടും. പിന്നെ ചായ പെട്ടെന്ന് തിളയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒഴിക്കാതെ അനക്കാതെ വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സംഭവം തിളച്ച് പെട്ടെന്ന് വരും. ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വീഡിയോ ലെങ്ത് ആക്കണ്ട, ചെറുതാ കട്ട് ചെയ്യാം. എന്നിട്ട് ഗൈസ് നമ്മൾ വേണ്ട ഇതേപോലെ ഒഴിക്കണം. ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഞാൻ ഇട്ട തേയിലപ്പൊടിയിലേക്ക് ഒഴിക്കണം. അപ്പോൾ വേണ്ട ഈ പാലിവിടെ ചായയായിട്ട് വരും. ഇത് 2 പ്രാവശ്യം ഈ സെയിം പ്രോസസ്സ് ചെയ്താൽ കറക്റ്റ് നമുക്ക് കുടിക്കാൻ കിട്ടുന്ന ചായയായിട്ട് വരും. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കുടിച്ചിട്ട് വന്നോളൂ. അപ്പം ഇസ്മ ആൽഫി സൈനിങ് ഔട്ട്.